പൊതുവായ മറുപടികൾ പറയാം. സംസം എന്ന മഹാത്ഭുതം താങ്കൾ കാണാതെ പോയി. ഞാൻ കാണാതെ പോയതല്ല, ഞാൻ 50 മഹാത്ഭുതങ്ങളെ കുറിച്ച് ഒരു ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈ 50 എണ്ണം ഞാൻ കേരളത്തിൽ 5 എടുത്തായിട്ട് അവതരിപ്പിക്കും. അത് ഖുറാനിലെ തുടങ്ങി, ഇനി ഞാൻ ബൈബിളിൽ എടുക്കാറുണ്ട്, ഇനി മറ്റേ ഈ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിലൊക്കെ കുറെ ക്ലെയിംസ് ഉണ്ട് ഇതേക്കണക്കുള്ള, ഇൻക്ലൂഡിങ് പശു ആൻഡ് ചാണകം. അല്ല ഞാൻ പറഞ്ഞു സംസം ഖുറാനിക് മിറാക്കിളെന്നല്ല ഞാൻ പറഞ്ഞത്. സംസത്തെ കുറിച്ച് മറുപടി പറയാനുള്ളത്, സംസത്തെ കുറിച്ച് വളരെ വിശദമായ ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട്. സംസം സൈലൻസ് ഓഫ് സർക്കോസിൽ സംസവും ശബരിമലയിലെ പരുന്തും പിന്നെ വേറെ ഏതാണ്ട് പറഞ്ഞോടാ, ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഒരു 45-50 മിനിറ്റ് നീളുന്ന ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഇതിനകത്ത് ഉൾപ്പെടുത്താഞ്ഞത്. ഇപ്പൊ തന്നെ പറയുന്നുണ്ട് ആളുകൾ, ഞാൻ പറഞ്ഞത് തന്നെ എല്ലായിടത്തും പറയുന്നുണ്ട്. ഇല്ല, അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലയിടത്തും പോകുമ്പോൾ പല ഓഡിയൻസിനെയാണ് കാണുന്നത്. യൂട്യൂബ് പ്രേക്ഷകരെ സംബന്ധിച്ചൊരു പ്രശ്നമുള്ളത്, അവരെല്ലാം ഒരിടത്തിരുന്ന് കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇത് അതിനകത്ത് പറഞ്ഞല്ലേ, ഇതിനകത്ത് പറഞ്ഞല്ലേ, അതുകൊണ്ട് സംസം മനഃപൂർവ്വം ഒഴിവാക്കിയാണ്. സംസം അത്ഭുതമൊന്നുമല്ല. സംസം എന്ന് പറയുന്നത് ഒരു ഒന്നാം തരം തട്ടിപ്പാണ്. അങ്ങനെ ഉറവ് പറ്റാത്ത ജലാശയങ്ങളോ വെള്ളമോ അങ്ങനെ ഞാൻ പറഞ്ഞത് there are no miracles. ശബരിമലയിലെ പരുന്ത് പോലെ തന്നെയാണ് സംസത്തിന്റെ കാര്യം. അവിടെ അങ്ങനെ ഒരു ഇതുമില്ല. അതൊക്കെ കൃത്യമായി എന്താണ് അണ്ടർ വാട്ടറിൽ എങ്ങനെയാണ് അടിക്കുന്നതെന്നും എവിടെ നിന്നാണ് വെള്ളം വരുന്നതെല്ലാം ഞാൻ സൈലൻസ് ഓഫ് സർക്കോസി എന്ന് പറയുന്ന വീഡിയോ ഉണ്ട്, അത് കണ്ടു നോക്കുക. ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മോസസ് ഇല്ല എങ്കിൽ ഇസ്രായേലുകാർക്ക് പ്രവാചകൻ ഇല്ലേ? 10 കൽപ്പനകൾ പിന്നെ എങ്ങനെ കയറി വന്നു? തോറ. ഇതാണ് പ്രശ്നം. മോസസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് 10 കൽപ്പനകൾ വന്നത്? ഈ കഥകളിലെ ഒരു കഥാപാത്രം ഇല്ലെങ്കിൽ വേറൊരു കഥാപാത്രം വരില്ല, അല്ലെങ്കിൽ ഒരു കഥാപാത്രം ഇല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഉദാഹരണമായിട്ട് ഡിങ്കന്റെ കഥ എടുക്കുക. കേരകൻ ആണ് അദ്ദേഹത്തിന്റെ ശത്രു എന്ന് തോന്നുന്നു. കേരകനാണെന്ന് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട. ഇപ്പൊ ഒരാൾ പറയാം ഡിങ്കനൊന്നും ഇല്ല, ഡിങ്കനൊക്കെ വെറും കഥയാണ്. അപ്പൊ ഡിങ്കൻ ഇല്ലെങ്കിൽ എങ്ങനെയാണ് കേരകൻ വന്നത്? ഈ മോസസ് എന്ന് പറയുന്ന ആളിനെ കുറിച്ച് ഒരാൾ എഴുതിയതാണ്. അയാൾ തന്നെയാണ് ഈ 10 കൽപ്പന എന്ന് പറയുന്ന സാധനം എഴുതിയത്. അല്ലെ ഒരു കൂട്ടം ആൾക്കാർ, അല്ലെങ്കിൽ ആ സമൂഹത്തിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ധർമ്മപരമായിട്ടുള്ള മോറലായിട്ടുള്ള കഥകൾ അല്ലെങ്കിൽ ശാസനങ്ങൾ ഒരാൾ എഴുതുകയാണ്. അതൊരു കഥയുടെ രൂപത്തിൽ എഴുതുമ്പോൾ അതിനകത്ത് കഥാപാത്രങ്ങൾ ഉണ്ടാവും. അതിനകത്ത് ഒരു കഥാപാത്രം ഉള്ളതുകൊണ്ടല്ല ഇത് വരുന്നത്. അത് അന്നത്തെ ഹീബ്രു അല്ലെന്നുണ്ടെങ്കിൽ ജൂത സമൂഹത്തില് പ്രാബല്യത്തിലുണ്ടായിരുന്ന ധാർമ്മിക നിയമങ്ങളാണ്. അത് കഥയെ ഒത്തുപോകുന്നതാണ്. അതിന് മോസസിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു മോസസ് അധികമായാലും പ്രശ്നമില്ല. ഇറ്റ്സ് ബേസിക്കലി സ്റ്റോറീസ്. ഇതാണ് ഞാൻ പറഞ്ഞ തെറ്റായ ചോദ്യങ്ങൾ. ഞാൻ പറഞ്ഞപ്പോഴും ഞാൻ എപ്പോഴും കേരളത്തിലെ സ്വതന്ത്ര ചിന്തകരോടൊക്കെ പലപ്പോഴും എനിക്കറിയാം, എൻ്റെ ഇൻബോക്സിൽ ഒരു ദിവസം ഒരു ശരാശരി 200 മെസ്സേജ് ഒരു ദിവസം വരാറുണ്ട്. അതിനകത്ത് മിക്കവാറും വരുന്ന ചോദ്യങ്ങൾ ഒന്നാണ്, അതെന്തുകൊണ്ട് അങ്ങനെ? ഈ ചോദ്യം എന്ന് പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്, ഇതൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആണോ എന്നുള്ള ആദ്യ പരിശോധന നടത്തിയില്ലെങ്കിൽ നിങ്ങൾ റാഷണലിസ്റ്റ് അല്ല. നിങ്ങൾ വെറുതെ അതിനൊക്കെ ഒരു ഉത്തരം പറയാനായിട്ട് പോകരുത്. ഉത്തരത്തിന് ശ്രമിക്കുകയും ചെയ്യാൻ പാടില്ല. ആ ചോദ്യം ശരിയാണ്, അതിനകത്ത് ഓരോ ആറ്റവും ശരിയായിരിക്കണം, ഓരോ വാക്കും ശരിയായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ പറ്റൂ. അല്ലാതെ പോയി വെറുതെ ആവശ്യം ഇല്ല പറഞ്ഞല്ലേ പട്ടി കൊണ്ടുവന്നിട്ട് കലത്തിനകത്ത് തലയിട്ടോണം ആയിപ്പോവും. ഖുറാനും ശാസ്ത്രവും എന്ന വിഷയം സമാന മനസ്കരായ നാസിയുടെ മുന്നിൽ അവതരിപ്പിച്ച് കൈയടി വാങ്ങുന്നതിന് പകരം ഇസ്ലാമിക പണ്ഡിതന്മാരുമായി ഒരു സംവാദത്തിന് സാർ തയ്യാറുണ്ടോ? താങ്കളുടെ സമയത്ത് ഇസ്ലാമിക പണ്ഡിതന്മാർ, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വാക്ക്. സംസം ഒരു മിറക്കിളാണോ? അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മെന്റലിസം വിശദമാക്കാമോ? മെന്റലിസത്തെ കുറിച്ച് നമ്മൾ വളരെ വിശാലമായ 3 പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. കുറെ കൂടെ മെന്റലിസം പെർഫോം ചെയ്തെന്ന് ഒരു വെച്ച് തന്നെ ഒക്ടോബർ മാസം നമ്മൾ പരിപാടി നടത്തുന്നുണ്ട്. മെന്റലിസം എന്ന് പറയുന്നത്
ശരിക്കും സ്റ്റേജ് മാജിക് തന്നെയാണ്. നിങ്ങൾ ഈ പറയുന്ന ഈ 3 തരം ആൾക്കാരുണ്ട് മെന്റലിസം ചെയ്യുന്നവർ. ഒന്ന് ഡാൻ ബ്രൗണിനെ പോലുള്ള ആൾക്കാർ. അവർ കൃത്യമായിട്ട് അവരെന്താണ് ചെയ്യുന്നതെന്ന് പറയുകയും അവർ സമൂഹത്തെ ഇവിടെ തുറന്നു പറയും. ഇതിനകത്ത് യാതൊരു സൂപ്പർ നാച്ചുറൽ പവേഴ്സും ഇല്ല, സൈക്കിക് പവേഴ്സും ഇല്ല. നിങ്ങളുടെ മനസ്സൊന്ന് വായിക്കുക, ചുമ്മാ പറയുന്നതാണ്. നിങ്ങളുടെ മനസ്സ് വായിക്കുക അല്ല അവിടെ ചെയ്യുന്നത്. ദാറ്റ്സ് എ ടെക്നിക്. ബേസിക്കലി അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഡാൻ ബ്രൗണിനെ പോലെയുള്ള മെന്റലിസ്റ്റുകൾ ലോകത്തോട് തുറന്ന് പറയുന്നു. ഒരുപാട് വീഡിയോസ് ഉണ്ട് അവരുടെ, തുറന്ന് പറയുന്നുണ്ട് ഇതിങ്ങനെയാണ്. ചില ആൾക്കാരുണ്ട്, അവര് പറയും ഇതിനകത്ത് ശാസ്ത്രമാണ്, ഇതിനകത്ത് ഇതാണ്, പക്ഷെ അവരൊന്നും വിട്ടു പറയില്ല. അതേസമയം തന്നെ അവർക്ക് എന്തോ അഭൂതമായിട്ടുള്ള അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള കഴിവുണ്ട് എന്നുള്ള ധാരണയെ അവര് തട്ടിയിടില്ല, അവർ ഇഴത്തില്ല, അതിനെ അവര് നിരാകരിക്കില്ല, അവർ പക്ഷെ പ്രോത്സാഹിപ്പിക്കില്ല. അപ്പൊ ഒരു കാര്യം ഈ നിരാകരിച്ചില്ല വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ സംശയിച്ച് അന്ധവിശ്വാസികളായിത്തീരാനുള്ള വലിയ കഴിവുള്ളവരാണ് മനുഷ്യർ കൂടുതൽ. അപ്പൊ ഇയാളൊന്നും മിണ്ടുന്നുമില്ല, ഭയങ്കര വിനയമൊക്കെ കാണിക്കുന്നുണ്ട്, എന്നാലും ഇതാന്ന് പറയുന്നുമില്ല, എന്നാലും എന്താണ് ഇയാൾക്ക് മാത്രം കാണുക, എനിക്ക് സാധിക്കുന്നില്ലല്ലോ. അത് അപകടകരമായ ഒരു കാര്യമാണ്. പക്ഷെ എനിക്കത് മുതുകാടിനെ പോലുള്ള ആൾക്കാരൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മെന്റലിസത്തിനകത്ത് യാതൊരു സൈക്കിക് പവേഴ്സോ മൈൻഡ് റീഡിങ്ങോ, കുറേയൊക്കെ കോമൺ സെൻസ് ഉണ്ട്, കുറേയൊക്കെ ടെക്നിക് ഉണ്ട്, കുറേയൊക്കെ പഠിക്കാനുള്ള കാര്യം പ്രാക്ടീസ് ഉണ്ട്, മാജിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് എ പാക്കേജ്. ഞാൻ മെന്റലിസ്റ്റ് ഒന്നും അല്ല, പക്ഷേ ബേസിക്കലായിട്ട് എൻ്റെ ഒരു ചെറിയ ഒരാൾ അടുത്തിടെ ഒരു ബുക്ക് വന്നിരുന്നു. ഒരു പഴയ ബുക്കാണ് ഇത്, മൊത്തം 60കളിൽ തന്നെ ഇത് എക്സ്പോസ് ചെയ്തൊരു ബുക്കാണ്. ഇനി ഇത് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല, എൻ്റെ ഇരിപ്പുണ്ട്. അല്ലാതെ തന്നെ നമ്മൾ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്, അതിനുശേഷം നോക്കണം. യേശു എന്നൊരാൾ ജീവിച്ചിരുന്നില്ല എന്നതിനെ പറ്റി എന്ത് പറയുന്നു? ക്രിസ്മസ് ജെറുസലേമിൽ ജനുവരി 6-നാണ്, എന്നാൽ ഡിസംബർ 25-ന് പലയിടത്തും. ഈ ഡിസംബർ 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾസ്റ്റേഴ്സ് ആണ്. അതായത് മാർച്ച് 22, സെപ്റ്റംബർ 22, ഡിസംബർ 23 പിന്നെ ഇപ്പോൾ 25 ആയിട്ടുണ്ട്. ഇതൊക്കെ ഈ സെലസ്റ്റിയൽ സയൻസ് ആണ്. വിഷു പോലെ, നമ്മുടെയുള്ള വിഷു പോലെയുള്ള സമരാത്ര ദിനങ്ങൾ. അത് ശരിക്കും മിത്ര റിലീജിയൻ, റോമൻ റിലീജിയൻ അങ്ങനെയാണ് ഡിസംബർ 25 ആഘോഷിച്ചുകൊണ്ടിരുന്നത്. അത് കുറച്ച് കഴിഞ്ഞ് ക്രിസ്ത്യാനികൾ എടുത്തുവെന്നേ ഉള്ളൂ. ക്രിസ്ത്യാനികൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചതിന് ശേഷം റോമിലുണ്ടായിരുന്ന മിക്കവാറുമായിട്ടുള്ള എല്ലാ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ക്രിസ്ത്യാനിറ്റി ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. ക്രിസ്ത്യാനിറ്റിയിൽ പുതുമയായിട്ട് എന്താ ഉള്ളത് എനിക്കറിയില്ല. അവരെ ദൈവം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ശരിക്കും എവിടെന്നെങ്കിലും എടുത്തിട്ടുള്ളതാണ്. കട്ട് ആൻഡ് പേസ്റ്റ് ആണ് ഇതെല്ലാം. കട്ട് ആൻഡ് പേസ്റ്റ് ഒക്കെ തന്നെ. ഇപ്പൊ കർണന്റെ കഥയും അക്കില്ലസിന്റെ കഥയും തമ്മിൽ ബന്ധമില്ലേ? കവചകുണ്ടലങ്ങൾ. മോസസിന്റെ കഥയും കർണന്റെ കഥയായിട്ട് ബന്ധമില്ലേ? മോസസിനെ ഒഴുക്കി വിട്ട് കർണനെ ഒഴുക്കി വിട്ടില്ലേ? അപ്പൊ ഹെല്ലോ ട്രോയുടെ കഥയും സീതയുടെ കഥയായിട്ട് ബന്ധമില്ലേ? ഹെല്ലോ ട്രോയെ തട്ടിക്കൊണ്ടുപോയി, സീതയെ തട്ടിക്കൊണ്ടുപോയി, തിരിച്ചു പോയി പിടിച്ചെടുത്തോണ്ട് വരുന്നു. ഇതൊക്കെ ഒരു ജനതയുടെ കഥകളുടെ പല പല വെറൈറ്റീസ് ആണ്. അത് പലയിടങ്ങളിലും ഉണ്ട്. മിക്കവാറും ഹിന്ദു പുരാണങ്ങളുടെ കഥകളെല്ലാം തന്നെ ഗ്രീക്ക് പലതിലും സാമ്യമുള്ള കഥകളുണ്ട്. അപ്പൊ എന്തോരം ചോദ്യം, യേശു എന്നൊരാൾ ജീവിച്ചിരുന്നില്ല എന്ത് പറയുന്നു? യേശു എന്നൊരാൾ ജീവിച്ചിരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ യേശുവിന്റെ പേരിൽ ഒരു മതം ഉണ്ടാക്കുന്നതിന് തടസ്സമല്ല. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ വിഷ്ണു എന്നൊരാൾ ജീവിച്ചിരുന്നുകൊണ്ടാണോ ഇവിടെ എല്ലാം വിഷ്ണുവിന് അമ്പലങ്ങളും അടിപൊളിയായിട്ട് പോകുന്നത്? ഒരു ദൈവമായിട്ട് ആചരിക്കപ്പെടുന്ന ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത്, അല്ലെ ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. പണ്ട് ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ ഇടമറുക ഒരു പുസ്തകം എഴുതി. അപ്പൊ അതിനകത്തൊരു വാദം വെച്ചാൽ ക്രിസ്തു എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല, പിന്നെ എന്തിനാണ് ഈ ക്രിസ്തു മതം എന്നുള്ള ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അത്ര ഒരു ചോദ്യം തന്നെ കഥയില്ലാത്തതാണ്. കാരണം ദൈവമായിട്ട് സങ്കല്പിക്കപ്പെടുന്ന ഒരാൾ ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിനെ ഹിസ്റ്റോറിക്കലായിട്ട് പ്രൂവ് ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല. അതൊരു ബേസിക്കലി ഇതൊരു സെറിബ്രൽ സാധനമാണ്. അത് യേശുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയാൽ മതി, അതങ്ങ് ഫില്ല് ചെയ്യാണ്. നിങ്ങളുടെ മസ്തിഷ്കത്തിലുള്ള ചില കുഴികൾ, ആ കുഴികളിൽ ചില കഥാപാത്രങ്ങൾ വന്ന് നിറയാണ്. ചിലപ്പോൾ അള്ളാഹു ആയിരിക്കും, ചിലപ്പോൾ മുഹമ്മദ് ആയിരിക്കും, ചിലപ്പോൾ യേശു ആയിരിക്കും, ചിലപ്പോൾ കൃഷ്ണനായിരിക്കും. ആ നിങ്ങളുടെ ചിന്താപരമായിട്ടുള്ള ആ അതായത് സംതിങ് കുറെ ചെറിയ ചെറിയ കുഴികളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം വന്ന് നിറയത്തില്ലേ? നമ്മളുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ കുഴികൾ. അങ്ങനെ മസ്തിഷ്കത്തിലുള്ള ആ ഡിപ്രസീവായിട്ടുള്ള, ഞാൻ ഫിസിക്കലായിട്ട് പറയല്ല, ഒരു ബൗദ്ധികമായിട്ടുള്ള കുഴികളാണ്. ആ കുഴികളിൽ വന്ന് നിറയുന്ന ചില അഴുക്ക് വെള്ളങ്ങളാണ് നിങ്ങളുടെ അന്ധവിശ്വാസങ്ങൾ. അങ്ങനെയുള്ള ഒരുപാട് കുഴികൾ നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ ബൗദ്ധിക പ്രതലത്തിലുള്ളത് കൊണ്ടാണ്
അവിടെ യേശു അല്ല, അതിന് പകരം വേറെ ഒരാളെ കൊണ്ട് വേണേലും കൊണ്ടുവെക്കാൻ പറ്റും. നിങ്ങൾക്ക് ക്രിസ്ത്യാനിയായിരിക്കുന്ന ഒരാൾക്ക് വേണേൽ ഇസ്ലാമിലോട്ട് മാറാം, ഇസ്ലാമായിരിക്കുന്ന ഒരാൾക്ക് വേണേൽ ഹിന്ദു ആകാം. ബേസിക്കലി അതൊരു സെറിബ്രൽ പ്രോബ്ലമാണ്. അത് ക്രിസ്തു ജീവിച്ചിരുന്നോ ഇല്ലയോ, ഇനി എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നത് ഹിസ്റ്റോറിക്കലായിട്ട് തെളിവുള്ളതായിട്ട് എനിക്കറിയില്ല. ഞാൻ വായിച്ച് മനസ്സിലാക്കിയെടുത്തോളം കാലം അങ്ങനൊരു തെളിവില്ല. പക്ഷെ അങ്ങനെ ഒരു ആൾ ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാം. അതേപോലെ സമാനമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടർ, കാര്യം ക്രിസ്തുവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതും ഒരു കട്ട് ആൻഡ് പീസ്റ്റ് സാധനമാണ്. അതിനകത്ത് മിക്കവാറും കാര്യങ്ങളെല്ലാം തന്നെ പണ്ടുള്ള കഥകളിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ ഗിൽഗിമേഷ്, ഈവൻ ജൂത കഥകൾ തന്നെ, ഗിൽഗിമേഷിൻ്റെ കഥയിലൊരു പ്രളയമുണ്ട്. 41 ദിവസം കഴിഞ്ഞിട്ട് പ്രളയം ഒഴിഞ്ഞു പോകുന്നുണ്ട്. അതേ കഥ തന്നെ വെച്ചല്ലേ ബൈബിൾ തുടങ്ങുന്നത്. ഐ മീൻ ജൂതന്മാരുടേത് തുടങ്ങുന്നത്. ആദി പ്രളയം 41 ദിവസം, ഈ 41 അതേ ദിവസം തന്നെയാണ് വരുന്നത്. ഇതൊക്കെ ഒരു തുടർച്ചയാണ്, ഒരു കണ്ടിന്യൂവേഷനാണ് ഈ കഥകളെല്ലാം തന്നെ. അതിൻ്റെ പരിഷ്കരണം കാലികമായ ദേശീയമായ ഓരോരോ കാലങ്ങളിലും ഓരോരോ ദേശങ്ങളിലും ഓരോരുത്തർ അവരെ ഇൻപുട്സ് കൊടുത്തുകൊണ്ട് ആ കഥകൾ പരിഷ്കരിച്ചെടുക്കുകയാണ്. AD-BC നികത്തിയൊന്നും AD-BC എന്നുള്ള സാധനം വരുന്നതൊക്കെ ഒരുപാട് ശേഷമാണ്, അതിന് ശേഷമാണ്. അത് ക്രിസ്തുവായിട്ട് ഒരു രീതിയിലും ബന്ധപ്പെട്ടില്ല. ക്രിസ്തുവിൻ്റെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ക്രിസ്തു ജനിച്ചത് BC 4 മരിച്ചത് AD 29 മനസ്സിലായില്ലേ? നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ ഡിവിഷൻ തന്നെ വരുന്നത്. അത് അവർ കൊണ്ടുവരുന്നത്. അതിന് ക്രിസ്തുവായിട്ടൊരു ബന്ധമില്ല, ക്രിസ്തുവിൻ്റെ ജനനമായിട്ടോ ക്രിസ്തുവായിട്ടോ ഒന്നും ഒരു ബന്ധമില്ല. പിന്നെ മാത്രമല്ല, ഇന്ന് ലോകം അംഗീകരിക്കുന്ന AD-BC അല്ല, CE എന്നുള്ള വർഷമാണ്. കോമൺ ഇറ, ബിഫോർ കോമൺ ഇറ എന്നാണ് പറയുക. AD-BC എന്നുള്ള സാധനം ഇന്നത്തെ ഇംഗ്ലീഷ് ബുക്കുകളൊക്കെ എടുത്തു നോക്കാൻ കാണില്ല, പാഠപുസ്തകങ്ങളിലും കാണില്ല. അതൊക്കെ പോയി. അതൊക്കെ പഴയ ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ വന്നിരുന്ന ഒരു സാധനമാണ്. പക്ഷെ എന്നാലും ഹെൽപ്ഫുൾ ആയതുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പോയി. ഇസ്ലാം മതത്തിലെ മിറക്കിളുകൾ തിരഞ്ഞെടുത്ത് ബോധപൂർവമാണോ? ആണെങ്കിൽ എന്ത്? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഈ ചോദ്യം ചോദിച്ചാൽ ശരിയായില്ല. ഇസ്ലാം മതത്തിലെ വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ. ഇനിയിപ്പോ പണ്ടൊരിക്കേ ഇത് ഏത് തുച്ച് തുടങ്ങിയാലും ചോദിക്കാം, ഇതേ കണക്ക് ചോദിക്കാം. പണ്ട് ആരോ ആയിക്കോട്ടെ ഒരു സ്റ്റോറി ഉണ്ട്. ഇതേ കണക്ക് പട്ടാളത്തിൽ ചേരാനായിട്ട് ചെന്നപ്പോൾ, നിങ്ങൾ എന്നാണ് പട്ടാളത്തിൽ വന്ന് ചേരുന്നത്? നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾക്ക് യാതൊരു താല്പര്യമില്ലയോ എന്ന് ചോദിച്ചു. ജീവിതത്തോട് താല്പര്യമില്ലായിട്ടോ, എനിക്ക് പട്ടാളത്തിൽ ചേരണം, എനിക്ക് എന്തിനും ഞാൻ റെഡിയാണ്, രാജ്യത്തിന് വേണ്ടി മരിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ജീവന് നിങ്ങൾ എന്ത് വിലയാണ് ഇടുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ അയാൾ പെട്ടെന്ന് മറുപടി പറയുന്നത്, ഒരു ലോകപ്രസിദ്ധനായ പലരുടെ പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരാളെ പറയാത്തത്. ഫൈൻമാൻ്റെ പേരിൽ അറിയപ്പെടുന്നു, റിച്ചാർഡ് ഫൈൻമാൻ്റെ പേരിലുണ്ട്, വേറെ പല പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ ഫൈൻമാനോട് തന്നെ എടുക്കട്ടെ. ഫൈൻമാനോട് ചോദിച്ചു, നിങ്ങളുടെ ജീവന് നിങ്ങൾ എന്താ വിലയാണ് ഇടുന്നത്? അദ്ദേഹം പറഞ്ഞു $1,78,028 എന്ന് പറഞ്ഞു. ഇന്റർവ്യൂയോട് ചോദിച്ചു, അതെന്താ അങ്ങനെ? എന്തുകൊണ്ട് $1,29,000 അത്രയും വരുന്നില്ല? ഒരെണ്ണം കുറഞ്ഞോ കൂടി, എന്തുകൊണ്ട് ഇത് തന്നെ വരുന്നില്ല എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞൊരു മറുപടി ഇതാണ്, ഞാൻ ഈ സംഖ്യ പറഞ്ഞു, നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചു, ഞാൻ ലോകത്ത് ഏത് സംഖ്യ പറഞ്ഞാലും നിങ്ങൾ ഇതേ ചോദ്യം എന്നോട് ചോദിക്കുമായിരുന്നു. ഇപ്പൊ ഇസ്ലാം വെച്ച് തുടങ്ങിയ എന്താണെന്ന് ചോദിച്ചത്, എന്തെങ്കിലും വെച്ച് തുടങ്ങേണ്ട എന്നാ? ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന റംസസ് II, മോസസ് എന്നിവരിൽ മോസസ് ജീവിച്ചിരുന്നില്ല എന്ന് താങ്കൾ പറയുന്നത് കാപട്യമല്ലേ? ഓ, അതാണ്. ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന റംസസ് ഉള്ളതും മറ്റേത് ഇല്ലാത്തതുമാണ്. മനസ്സിലായി? മോസസ് ജീവിച്ചിരുന്നു, അതെന്താണ്? ഹിസ്റ്ററിയാണോ? അത് കഥയാണ്. അതിനകത്ത് എന്ത് കാപട്യം ഉള്ളത്? അതിനകത്ത് ഇനി അഥവാ ഒരു കാപട്യം ഉണ്ടെങ്കിൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം ദിസ് വൺ ഈസ് എ മിത്തിക്കൽ ക്യാരക്ടർ, അത് ഹിസ്റ്റോറിക്കൽ. ഒരു ജീവിച്ചിരുന്ന എ മാൻ ലിവ്ഡ് ആൻഡ് റൂൾഡ് ആൻഡ് ഹാഡ് ലെഫ്റ്റ് എവിഡൻസ്, സ്റ്റാച്യു. മോസസിന്റെ കല്ലറ തുറന്നതായിട്ടും യേശുവിനെ വിലാപ വീതിയൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഇസ്രായേലിൽ ചെന്ന് കഴിഞ്ഞാൽ യേശുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ കണ്ടെത്താൻ കഴിയും. അതൊന്നും യേശു ജീവിച്ചിരുന്നതിനോ യേശു ചെയ്തതിനുള്ള തെളിവുകളൊന്നുമല്ല. അത് കഥയ്ക്കും അനുസരിച്ചുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. എങ്ങനെയാണോ ജഡായു പാറയിൽ ചെന്നിട്ട് ഇത് ജഡായു വന്ന് വീണ സ്ഥലമാണെന്ന് പറയുന്നത് പോലെയുള്ളത്. ഇപ്പൊ ജഡായു പാറ എന്ന് പറഞ്ഞാൽ ചടയമംഗലത്തുണ്ട്. അവിടെ ജഡായുവിന്റെ ഈ ചിറക് അടിച്ച് അരിഞ്ഞ് അവിടെ ഇട്ടു എന്നാ പറയുന്നത്. നമുക്ക് അവിടെ പോയിട്ട് പറയാം, ഈ പേര് തന്നെ ജഡായു എന്നാണ്.
എല്ലാം ശരിയല്ലേ? ആ തീർത്ഥാടനം നടത്താം. എന്നിട്ട് നാളെ ചോദിക്കുക ജഡായു ഇല്ലെങ്കിൽ എങ്ങനെയാണ് ജഡായു പാറ ഉണ്ടായത്? സീതത്തോടുണ്ട്, സീത കുളിച്ച തോടാ. ഭ്രൂണത്തെക്കുറിച്ചും മനുഷ്യജന്മത്തെക്കുറിച്ചും ഖുറാനിൽ പറയുന്ന വ്യത്യസ്ത കാര്യങ്ങൾ കൃത്യമായി വ്യാഖ്യാനിക്കേണ്ടത് ഖുറാൻ പണ്ഡിതരല്ലേ? സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തി പറയുന്നത് സത്യസന്ധമായ നിലപാടാണ്. സന്ദർഭത്തിൽ, അതായത് സന്ദർഭമായിട്ട് ചേർത്താൽ ഇതെല്ലാം ശരിയാക്കി എടുക്കാം. ഒരു കഥാസന്ദർഭമോ മറ്റു കാര്യങ്ങൾ നമ്മൾ അതിനകത്തൊന്നും നോക്കിയിട്ടില്ല. ഈ വരികൾ ഇന്നതാണ്. ഇതിനകത്ത് ഞാൻ പറയില്ല, ആദ്യത്തെ ഒരു ഭാഗം തന്നെ പറയുമ്പോൾ തന്നെ അത് പൊട്ടത്തെറ്റാണെന്ന് മനസ്സിലാവും. സീമൻ ശുക്ലത്തിൽ നിന്നാണ് ഉണ്ടാകിയത്. ശുക്ലവും ബീജവും രണ്ടാണ്. എൻ്റെ ശുക്ലത്തിനകത്ത് ഒരുപാട് കണ്ടൻസ് വേറെ ഉണ്ട്. അതിൻ്റെ ഒരു ഉള്ളടക്കം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. നമ്മളാകുന്നത് എന്ന് പറയുന്നത് ബീജമാണ്. ബീജം എന്ന് പറയുന്നത് ശുക്ലത്തിലെ ഒരു ഭാഗം മാത്രമാണ്. അത് കോടിക്കണക്കിനുണ്ട്. എല്ലാം അറിയാവുന്ന കാര്യം. പോട്ടെ. മുഹമ്മദ് നബി എന്നൊരാൾ ജീവിച്ചിരുന്നു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് വിശ്വാസങ്ങൾ വളരെ കുറവാണ്. അല്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഈ മുഹമ്മദ് ആയാലും യേശു ആയാലും, മുഹമ്മദിന് കുറച്ചുകൂടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പല ഇതും പറയുന്നുണ്ട്. അതേസമയം മുഹമ്മദ് ജീവിച്ചിരുന്നിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമേ അത് കുറച്ചുകൂടെ, ഇനി അതൊരു മിത്തിക്കൽ ക്യാരക്ടർ ആയിരുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അത് പലർക്കും സ്വീകാര്യമായിട്ട് തോന്നും. ഇപ്പൊ ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു മിത്തിക്കൽ ക്യാരക്ടറാണ്. ഇന്ദ്രൻ ജീവിച്ചിരുന്ന തെളിവൊന്നുമില്ല. അപ്പൊ ഇന്ദ്രൻ ചെയ്തതിനൊക്കെ ഒരു ആളുകൾ ചോദിക്കോ, അത് പഴയ ആളുകളല്ലേ, ആകാശത്തോടെ പറന്നു നടന്ന ആളുകളല്ലേ. പക്ഷെ ഇദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ജീവിച്ചിരുന്നു എന്ന് പറയാനാണ് ഇഷ്ടം. ബിക്കോസ് ദാറ്റ് വിൽ മേക്ക് അവർ ജോബ് ഈസിയർ. നമ്മളുടെ ജോലി കുറച്ചുകൂടെ എളുപ്പമാകും അതുകൊണ്ട് എന്നെനിക്ക് പറയാനുള്ളൂ. തെളിവ് പലരും പറയുന്നുണ്ട്. മുഹമ്മദിന്റെ മുഖമുള്ള കോയിൻസ് ഇബിൻ മാലിക് പുറത്തിറക്കിയിട്ടുണ്ട്. 7-ാം നൂറ്റാണ്ടിന്റെ അവസാനം തന്നെ ഇബിൻ മാലിക് പുറത്തിറക്കിയിട്ടുണ്ട്. മുടി വിടുക അല്ലെ, എന്തായാലും അദ്ദേഹത്തിന്റെ മുഖമുള്ള ഈവൻ സ്റ്റാച്യു, ഈ കറൻസിയിൽ, നാണയങ്ങളിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുടെ മുഖം അദ്ദേഹത്തിന്റെ മരണത്തിന് 60-70 കൊല്ലത്തിന് ശേഷം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടായിരുന്നിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. പൂർണ്ണമായിട്ട് എനിക്ക് ഉറപ്പില്ല. ഹിസ്റ്റോറിക് ക്യാരക്ടറായിട്ട് തന്നെയാണ് കരുതപ്പെടുന്നത്. തിരിയുന്ന ഭൂമിക്ക് മുകളിൽ വിമാനം പോകുമ്പോൾ എങ്ങനെയാണ് കൃത്യമായി ഡെസ്റ്റിനേഷനിൽ എത്താൻ കഴിയുന്നത്? തിരിയുന്ന ഭൂമി ആക്ച്വലി തിരിയാണ്. ഭൂമി എന്താണെന്ന് ഞാൻ വിശദീകരിച്ചു ഇല്ലേ? ഞാൻ ഭൂമി വിശദീകരിച്ചു. ഭൂമി എന്ന് പറയുന്നത് ഈ തറ മാത്രമല്ല. ഭൂമിയിൽ ഒരു ഈ സ്പേസ് ടൈം കണ്ടിന്യൂ എന്ന് പറയുന്നത്, അതിനകത്തൊരു ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ഒരു മാസ് പാക്കേജാണ് ഭൂമി എന്ന് പറയുന്നത്. ആ മാസ് അല്ലെങ്കിൽ ആ ദ്രവ്യം, ആ മാറ്റർ എന്ന് പറയുന്നത് 3 അവസ്ഥയിലാണുള്ളത്. വെള്ളമായിട്ടും ഖരമായിട്ടും ഗ്യാസായിട്ടും ഉള്ളത്. അതെല്ലാം കൂടെ ഗ്രാവിറ്റേഷണൽ സെന്ററിലേക്ക് അതിനെ ആകർഷിച്ച് നിർത്തിയിരിക്കുകയാണ്. ഈ എയറിനെയും എന്നെയും എല്ലാം തന്നെ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ, അതായത് ഭൂഗുരുത്വ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് ഉള്ളത്. ഇപ്പോൾ 10 കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഒരു ഹൈഡ്രജൻ ആറ്റത്തെയോ ഒരു ഹീലിയം ആറ്റത്തെയോ ഇതേ കണക്ക് ആകർഷിക്കുന്നുണ്ട്. പക്ഷെ ആകർഷണം വളരെ ദുർബലമായതുകൊണ്ടാണ് അവയെല്ലാം അവിടെ നമ്മളെ പിടിവിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഹൈഡ്രജൻ നിൽക്കില്ല. ഹൈഡ്രജനെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഗുരുത്വാകർഷണ ബലം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ ഈ ഹൈഡ്രജൻ ബലൂൺ വിട്ട് കഴിഞ്ഞാൽ ഉടനെ ടപ്പേന്ന് മേളിൽ പോകുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പേസിൽ പോകാൻ ഹൈഡ്രജൻ ബലൂൺ ഉപയോഗിക്കാം. ഒരു ബലൂണിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പേസിലേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ്. അത് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഗ്രാവിറ്റി. ചന്ദ്രനാണെങ്കിൽ മിക്കവാറും ഗ്യാഷ്യസ് ആയിട്ടുള്ള അവസ്ഥയിലുള്ള കാര്യങ്ങളെ പിടിച്ചെടുത്താനുള്ള ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അതിന് അന്തരീക്ഷം ഇല്ലാത്തത്. എല്ലാ ഗ്രഹങ്ങളും ഉണ്ടായി വരുന്ന സമയത്ത് ഗ്യാഷ്യസ് ആയിട്ടുള്ള അവസ്ഥയിലുള്ള മാറ്ററിനെ പിടിച്ചെടുത്താനുള്ള ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അന്തരീക്ഷം ഉണ്ടാവും. അല്ലെങ്കിൽ ദുർബലമായ അന്തരീക്ഷമോ അന്തരീക്ഷം ഇല്ലായ്മയോ ആയിരിക്കും ഫലം. ശുക്രന് നല്ല അന്തരീക്ഷമുണ്ട്. ചൊവ്വയ്ക്ക് കുറച്ചുകൂടെ ദുർബലമായ അന്തരീക്ഷമാണ്. അതിന്റെ വലിപ്പം വെച്ച് അറിയാൻ കഴിയും. ചന്ദ്രന് അന്തരീക്ഷം ഇല്ല, ഭൂമിക്ക് അന്തരീക്ഷമുണ്ട്. ഇനി നിങ്ങൾ വ്യാഴത്തിൽ ചെന്ന് കഴിഞ്ഞാലോ ഈവൻ ഹൈഡ്രജൻ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. വ്യാഴത്തിന് വേണമെങ്കിൽ ഒരു നക്ഷത്രമായി തീരാൻ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്. ശരി, ഒരു അരക്കോഴി എന്നൊക്കെ പറയുമല്ലോ, അത്രയൊക്കെ വന്നൊരു സാധനമാണ് വ്യാഴം. അപ്പം നമ്മൾ കറങ്ങുന്നതെന്ന് പറയുമ്പോൾ ഈ സാധനം മൊത്തം കറങ്ങുകയാണ്, പാക്കേജാണ്.
അല്ല നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയും എയർ ഇങ്ങനെ കറങ്ങുകയല്ല. ഇതൊരു ഷേക്കം കണ്ടാണ് പറഞ്ഞത്, അത് വീഡിയോ ആണ്. ഓഷോയും കൃഷ്ണമൂർത്തിയും പറയുന്ന മെഡിറ്റേഷൻ ശാസ്ത്രീയം. ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മെഡിറ്റേഷൻ? ബേസിക്കലി നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് അതിനർത്ഥം. യു ആർ മെഡിറ്റേറ്റിംഗ്, യു ആർ കോൺസ്റ്റന്റ്. നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും, നിങ്ങൾ ഒരു ഉത്തരം എഴുതുമ്പോഴും, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോഴും എല്ലാം യു ആർ ഡൂയിങ് ഇറ്റ്. ഒറ്റ കാര്യത്തിലേക്ക് നമ്മൾ ഒരേ സമയം പല കാര്യങ്ങൾക്ക് നമുക്ക് കാണാനും ശ്രദ്ധിക്കാനും സാധിക്കും. പക്ഷെ അത് ഒന്നിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ പരിമിതപ്പെടുത്തുമ്പോഴാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് പ്രണയം. നിങ്ങൾ നിങ്ങളുടെ കാമുകിയെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആക്ച്വലി എ സ്റ്റേറ്റ് ഓഫ് മെഡിറ്റേഷൻ ആണ്. വേറൊന്നും നിങ്ങളിൽ അവിടെ കിട്ടില്ല, ഒന്നും നിങ്ങളുടെ റഡാറിൽ പതിയില്ല. നിങ്ങൾ ചിലപ്പോൾ പലതും മറന്നുപോകും, പലതും മാറ്റിവെക്കും. അതൊരു ഭൗതിക വസ്തുവിലാണ്. കൊച്ചുകുട്ടികളെ കണ്ടില്ലേ ഈ ബേക്കറി കടയിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ദേ ആർ മെഡിറ്റേറ്റിംഗ്. ആ ഒരു വസ്തുവാണ് അവരുടെ ഫോക്കസ്. അത് സാധ്യമാണ്. അത് നിങ്ങൾക്കൊരു വസ്തുവിൽ ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സങ്കല്പത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു വ്യാപാരത്തിൽ ചെയ്യാം. മെഡിറ്റേഷൻ എന്ന് പറയുന്ന സാധനം അത്രേ ഉള്ളൂ. നമ്മളെല്ലാം മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവരതിന് പ്രത്യേകം പേര് കൊടുക്കുന്നതേ ഉള്ളൂ. വി ആർ മെഡിറ്റേറ്റിംഗ് ആൻഡ് ഫോക്കസിങ് ഓൺ ഡിഫറെൻറ്റ് ടോപ്പിക്സ്. അതൊരു പ്രയോറിറ്റൈസ് ചെയ്യുന്ന രീതിയാണ്. അത് കൃഷ്ണമൂർത്തി പറയുന്ന മെഡിറ്റേഷൻ എന്ന് പറയുന്നതിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളുടെ ശ്വാസം ക്രമീകരിക്കുക. യെസ്, ശ്വാസം ക്രമീകരിക്കുക പോസിബിൾ ആണ്. നിങ്ങളുടെ ശ്വാസം കുറേ നേരം നിങ്ങളിങ്ങനെ ബ്രീത്ത് റെഗുലേറ്റ് ചെയ്ത് നോക്ക്. ബ്രീത്തിങ് റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കുറേ കഴിയുമ്പോൾ നിങ്ങൾ അതിലേക്ക് ഇങ്ങനെ കേന്ദ്രീകരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മിടിപ്പുകളൊക്കെ ആയിട്ട് നിങ്ങൾ ഒരു ഏകാവസ്ഥയിലേക്ക് പോകും. സ്വാഭാവികമായിട്ടുണ്ടാവും. ഡസൻറ്റ് മീൻ എനിത്തിങ്, പക്ഷേ ഇറ്റ്സ് പോസിബിൾ. അങ്ങനെ സാധിക്കും. അതിന് പകരം ചിലർ ദൈവസങ്കല്പങ്ങളുമായിട്ടോ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ എന്തോ ഒരു ഞാനുണ്ട്, ഒരു ആത്മാവുണ്ട് എന്നുള്ള രീതിയിൽ സങ്കല്പിച്ചുകൊണ്ട്, ഈവൻ നിങ്ങൾക്ക് തലവേദനയൊക്കെ തന്നെ പലപ്പോഴും ആ ഭാഗത്തേക്ക് മാത്രം ഇങ്ങനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് തന്നെ ഇന്നുകൊണ്ട് കുറച്ച് ചിലർക്ക് കിട്ടിയേക്കും, എല്ലാവർക്കും കിട്ടുമെന്ന് എനിക്കറിയില്ല, കുറച്ചൊരു റിഫ്രഷിംഗ് ആയിട്ട് തോന്നിയെന്നിരിക്കാം. അതുപോലെ നിങ്ങൾക്ക് സ്വയം വെയിറ്റ്ലെസ് ആയിട്ട്, ഇപ്പോൾ ഉദാഹരണം ഹിപ്നോട്ടിസത്തിൻ്റെ ആദ്യത്തെ ഘട്ടങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു കൈ നിങ്ങൾക്ക് ഭാരമില്ലാത്തതായിട്ട് സ്വയം സങ്കല്പിച്ച് ആ കൈയിലേക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കൈ ഇറ്റ്സ് പോസിബിൾ. അങ്ങനെ ഒരുപാട് ന്യൂറോളജിക്കലായിട്ടുള്ള കോൺസെൻട്രേഷൻ സാധ്യമാണ്. അത് ശാസ്ത്രീയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ പോസിബിൾ തിങ്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇറ്റ് ഈസ് സയന്റിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ശാസ്ത്രീയമാണോ എന്ന് ചോദിക്കുന്ന ഒരു കാര്യമില്ല. ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, റൈറ്റ്. ഓക്കെ, കോൺസെൻട്രേഷൻ പാടില്ല. ഓക്കെ, നമുക്ക് വിശദീകരിക്കാനുള്ള സമയമില്ല. ഇസ്ലാം എന്നാൽ മുഹമ്മദ് ഫാൻസ് അസോസിയേഷൻ ആണെന്ന് താങ്കൾ നവാസ് ജാനയുമായിട്ടുള്ള സംവാദത്തിൽ പറയുന്നു. ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. വിശദീകരിക്കാന്ന് പറഞ്ഞേക്കാം, അതിന് സമയമില്ല. വിശദീകരിക്കാന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ ഇത് പറയേണ്ടി വരും? ഇതൊക്കെ അല്ല, അതിനകത്ത് ഉറച്ചു നിൽക്കുന്നുള്ളൊരു ചോദ്യമാണ് അത്. മുഹമ്മദിന്റെ ഫേക്ക് ഐഡിയ ആണ് അള്ളാഹു എന്ന് പൊതുവെ പറയുന്നു. കമന്റ്. യെസ്, ഐ ഓൾസോ സപ്പോർട്ട് ദാറ്റ്. പല ചരിത്രങ്ങളും നമ്മൾ മനസ്സിലാക്കാതിരിക്കുന്നത് ഇപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്തിട്ടാണ്. അതിൽ ഫേക്ക് ആയതോ അല്ലാത്തതുമായി എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? 1.5 kilograms ഓഫ് ജെല്ലി, യൂസ് ഇറ്റ്. ഖുർആൻ തന്നെ ഒരു കഥയാണെന്നിരിക്കെ ഖുർആനെ സയൻസുമായി ചേർത്ത് വിശദീകരിക്കുന്നത് വിരോധാഭാസമല്ലേ? ആണ്, വിരോധാഭാസം തന്നെയാണ്. പക്ഷേ വിരോധാഭാസങ്ങളോട് വിരോധാഭാസം എന്ന് പറയുന്നോണം ചില സമയങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ, ഇത് വിരോധാഭാസമാണെന്ന് ഇരിക്കട്ടെ, ഈ വിരോധാഭാസം എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് ഞാൻ എന്താ മറുപടി? ഇതെല്ലാം വിരോധാഭാസങ്ങളാണ് എന്ന് പറഞ്ഞാൽ തീരില്ല. ഇതൊക്കെ വി ആർ കൺസ്ട്രെയിൻഡ് ടു മേക്ക് സം റെസ്പോൺസസ്. ആക്ച്വലി ഇതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല. ഈ ഖുറാനിലെ ഈ വരികൾ എടുത്തു വെച്ചിട്ട് ഇത് ആധുനിക
ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി ഒരു ഡിസ്കഷൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല. മറിച്ച് അത്തരം വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥമാകുന്നേ ഉള്ളൂ. അല്ല ഇത് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന ഒരു കോമൺ സെൻസ് ഉള്ള ഒരാളുകൾക്ക് മനസ്സിലാവും. പക്ഷെ സ്റ്റിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ സ്വർഗ കഥകളും നരക കഥകളും ഒക്കെ ഈ ഖണ്ഡിക്കാനായിട്ട് നമ്മൾ നടക്കേണ്ട കാര്യമുണ്ടോ? സ്വർഗത്തിൽ കഴിക്കാൻ നരകത്തിൽ കഴിക്കാൻ എന്താണ് കിട്ടുന്നത്, സ്വർഗത്തിൽ എത്ര നേരം ഇതുണ്ടാവും, മാറ്റിനി ഉണ്ടാവും, ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഖണ്ഡിക്കാൻ നമ്മൾ നടക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇത് കേൾക്കുന്നവർക്ക് തോന്നുന്നത് എല്ലാം പൊട്ടത്തരമല്ലേ. പക്ഷെ അത് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു കൂട്ടം ആൾക്കാർ വളരെ ശക്തമായി ഇത് ഉന്നയിക്കുകയും അത് വാലിഡ് ആണെന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു. ഇറ്റ്സ് ആൻ ഇമ്പോസിഷൻ ആക്ച്വലി, നോട്ട് ബിക്കോസ് വി വാണ്ട് ടു ഡു ദാറ്റ്, വി ആർ ഫോഴ്സ്ഡ് ടു ഡു ഇറ്റ്. അത്രേ ഉള്ളൂ. അതോറിറ്റി സയൻസ് സ്വീകരിക്കുന്നില്ലെന്നിരിക്കെ സയൻസ് പ്രസന്റേഷനിൽ അവരുടെ അഭിപ്രായം കൊണ്ടുവരുന്നതിന് ന്യായവൈകല്യമല്ലേ? ആരുടെ അഭിപ്രായം? അത് പറയാം. ഫാലസി, അതോറിറ്റി ഉന്നയിക്കുന്ന ഫാലസിയെ കുറിച്ചാണ് ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞത്. ആരായാലും എങ്ങനെയാണ് ഒരു അതോറിറ്റി ഫാലസി ആവുന്നത്? അതോറിറ്റി ഫാലസി ആവുന്നത് 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും. ഒന്ന്, അതോറിറ്റി ആയിട്ട് ഉന്നയിക്കുന്ന ആള് ബന്ധപ്പെട്ട മേഖലയിൽ അയാൾക്ക് യാതൊരു പ്രാവീണ്യം ഇല്ലാതിരിക്കുകയും അയാളുടെ പ്രശസ്തിയും പ്രസക്തിയും മറ്റു മേഖലകളിലായിരിക്കുകയും ചെയ്യുക. ഉദാഹരണമായിട്ട് മമ്മൂട്ടിയെ ഉദ്ധരിച്ചുകൊണ്ട് മുട്ടുവേദനയ്ക്കുള്ള മരുന്ന് വെക്കുക, അല്ലെങ്കിൽ വി കെ കൃഷ്ണയ്യരെ ഉദ്ധരിച്ചുകൊണ്ട് പ്രേതം ഉണ്ടെന്ന് സ്ഥാപിക്കുക. വി കെ കൃഷ്ണയ്യർ എന്ന് പറയുന്നത് നല്ലൊരു നിയമജ്ഞനാണ്. അദ്ദേഹത്തിന് നല്ല രീതിയിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഒരു അതോറിറ്റിയാണ്. പക്ഷെ അദ്ദേഹം തൻ്റെ ഭാര്യയെ രാത്രിയിൽ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട്, ആളുകൾ കുറച്ച് പേര് വിശ്വസിച്ചു പോകും. പക്ഷേ അദ്ദേഹം അതിനകത്തൊരു അതോറിറ്റി അല്ല, ആ വിഷയവും ഒരു അതോറിറ്റി ഉണ്ടാകാൻ പറ്റിയ വിഷയവും അല്ല. അതൊന്ന്, ആ മേഖലയിലല്ല അദ്ദേഹത്തിന് പ്രാവീണ്യം എന്നുള്ളത്, ആ മേഖല തന്നെ മോശമാണെന്നുള്ളത്. 2, നിങ്ങളൊരു MBBS ഡോക്ടറാണ്, MD ഒക്കെ എടുത്തിട്ടുണ്ട്, നിങ്ങൾ മെഡിക്കൽ സയൻസിൽ ഒരു കാര്യം പറയുന്നു. ഹെഗ്ഡെ, അത് വളരെ ഡോക്ടർ ഹെഗ്ഡെ അദ്ദേഹം കുറെ കാര്യങ്ങൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതുന്നു. അദ്ദേഹം ആയുർവേദത്തിലും MBBSലും എല്ലാം അദ്ദേഹത്തിന് യോഗ്യത ഉണ്ട്. ഇങ്ങനെ ആളുകൾ പറയാണ്, അദ്ദേഹം പറയുന്നു അക്കോർഡിംഗ് ടു ഹെഗ്ഡെ. ശ്രീനിവാസനൊക്കെ പറയുന്നുണ്ടല്ലോ, ഹെഗ്ഡെ, ഡോക്ടർ ഹെഗ്ഡെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചികിത്സിക്കാതിരുന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ എന്താണ് പ്രശ്നം? ഈ പറയുന്ന ആള് പറയുന്ന മേഖലയിൽ പ്രാഗൽഭ്യമുള്ള ആളാണെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആ മേഖലയിലെ അംഗീകൃത ജ്ഞാനതലവുമായി പൊരുത്തപ്പെടുന്നില്ല. ഇതാണ് മറ്റൊരു പ്രശ്നം. ഒരു അതോറിറ്റി നമുക്ക് എടുക്കാൻ സാധിക്കും, സയൻസിലും അതോറിറ്റി എടുക്കാൻ കഴിയും. 2 കാര്യങ്ങൾ. ഒന്ന്, ആ മേഖലയിൽ അദ്ദേഹം ഒരു എക്സ്പെർട്ട് ആയിരിക്കുക. 2, ആ മേഖലയിലെ പൊതുവായിട്ടുള്ള ജ്ഞാനതലവുമായി പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അദ്ദേഹത്തെ അതോറിറ്റി ആയിട്ട് എടുക്കാം. ഈ 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അപ്പീൽ ടു അതോറിറ്റിയിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പീൽ ടു അതോറിറ്റി പ്രശ്നമായിട്ട് വരുന്ന ഈ 2 കാര്യങ്ങൾ ശരിക്കും പാലിക്കാത്തത് കൊണ്ടാണ്. അല്ലാതെ ഇപ്പോൾ ഒരു മേഖലയിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ അയാൾ ആ മേഖലയിൽ അന്ന് വരെയുള്ള അല്ലെങ്കിൽ നിലവിലുള്ള അംഗീകൃത ജ്ഞാനത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അപ്പീൽ ടു അതോറിറ്റി ആകുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പിടികിട്ടുമെന്ന് അറിയില്ല. യെസ്, വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ആകാശവാണിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഫറോവയുടെ കല്ലറയിൽ പല സാഹചര്യത്തിൽ മരിച്ചു പോകുന്നു. അതിൽ പറഞ്ഞു, അഭിപ്രായം എന്ത്? മകരജ്യോതി എന്ന തട്ടിപ്പ് മിറക്കൾ കൊണ്ട് വർഷങ്ങളായി ജനങ്ങളെ പറ്റിക്കാൻ എങ്ങനെ സാധിച്ചു? ഈ ഫറോവയുടെ കല്ലറ എന്നൊക്കെ പറഞ്ഞാൽ, ഈ കല്ലറ എന്നൊക്കെ നിങ്ങൾ കഥ പറഞ്ഞു കൊടുത്ത ആളുകൾ പേടിച്ചു പോകും. ഇപ്പൊ കള്ളിയങ്കാട്ട് നീലി എങ്ങനെയാണ് 10, 300 വർഷം 400 വർഷം കൊണ്ട് ആ ഏരിയയിലുള്ള ആളുകളുടെ മുഴുവൻ കഥകളിലും സ്വപ്നങ്ങളിലും ഭാവനകളിലും നിലകൊണ്ടത്? ഒന്നുമില്ല. അങ്ങനെ നീലി എന്ന് പറയുന്ന ഒരാളുണ്ടായിട്ടാണോ? അവിടെയുള്ള വ്യാപാരികളും വഴി യാത്രക്കാരും എല്ലാം കഥകൾ, ഒരുപാട് പേരെ കൊന്നു എന്ന് പറഞ്ഞു, ഒരുപാട് ശവശരീരങ്ങൾ അവിടെ ഉപേക്ഷിച്ചു, എല്ലും നഖവും വിട്ടുകൊടുത്തു. അങ്ങനെ ആരുടെ എല്ലും നഖവും അങ്ങനെ ഒരു സ്ത്രീ ഇരുന്ന്, ഏതെങ്കിലും സ്ത്രീ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമോ? ചാടി വീണ് രക്തം കുടിക്കുന്ന ഒരു സ്ത്രീ, അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിട്ടുണ്ടോ ലോകത്ത്? പക്ഷെ അതിന് ഒരുപാട് തെളിവില്ല. പലരെയും അസ്ഥി കണ്ടു, മുഖം കണ്ടു, മുടി കണ്ടു, പല്ല് കണ്ടു. ഇതൊക്കെ ആളുകൾ ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിടുന്നതാണ്. ഇത് വർഷങ്ങൾ, എത്ര നൂറ്റാണ്ടുകൾ വേണേലും നിലനിൽക്കും.
അതിന് അങ്ങനെ ഒരാളുണ്ടാവണമെന്നോ അങ്ങനെ ഒരു സംഭവം നടക്കണമെന്നോ ഇല്ല. ഫറോവയുടെ കല്ലറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു കഥ ആദ്യം കഥ പറഞ്ഞ് പേടിപ്പിക്കുക, എന്നിട്ട് നിനക്ക് അവിടെ പോകാൻ പറ്റുമെന്ന് ചോദിക്കുക. പണ്ട് പുഷ്പരാജന്റെ അങ്ങനെ ഒരു സിനിമയാണ് വീണ്ടും ലിസയോ അങ്ങനെ ഒരു പടമുണ്ട്. അതിനകത്താണെന്ന് അറിയില്ല, ഒരുത്തൻ ഇങ്ങനെ ഈ രാത്രിയിൽ സെമിത്തേരി പോകാമെന്നുള്ള പന്തയം വെച്ചിട്ട് പോകുന്നുണ്ട്. അത് ഒരുത്തൻ ഇച്ചിരി ഏതായിട്ട് പറഞ്ഞ് അവൻ പോകുന്നു. അവിടെ ചെന്നിട്ട് ഏതാണ്ട് എടുത്തോണ്ട് വരണം, ഒരു പൂവോ ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല, എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ പന്തയം ജയിക്കും. അവൻ അവിടെ പോകുന്നു, രാത്രി ശബ്ദമൊക്കെ എങ്ങനെ എടുത്തു പുഷ്പരാജൻ അവിടെ പോകുന്നു, ഈ സാധനം എടുക്കുന്നു, എടുത്ത് തിരിച്ചു വരാകുമ്പോൾ കാണാം പെട്ടെന്ന് അവൻ്റെ ഉടുപ്പിൽ ഇങ്ങനെ കയറി ഒരു പിടുത്തം, അവൻ ഇങ്ങനെ വെച്ച് അവിടെ കൊളാപ്സ് ചെയ്ത് വീണങ്ങ് മരിച്ചു പോവാണ്. യഥാർത്ഥത്തിൽ എന്തോ അവൻ്റെ മാല ആ കുരിശിലെങ്ങണ്ടോ ഉടക്കി പിടിച്ചാണ് പറഞ്ഞത്. അപ്പം അവന് ഈ സാധനം എല്ലാം കയറ്റിക്കൊണ്ടാണല്ലോ പോകുന്നത്. ഈ 1.5 കിലോഗ്രാമിലെ ഈ ഡേറ്റ എന്ന് പറയുന്നത് അപ്പം പെട്ടെന്ന് അവനെ പുറയുന്ന പ്രേതം പിടിച്ചായിട്ട് വെച്ച് അവൻ അപ്പോഴേ തീരുകയാണ് ചെയ്യുന്നത്. അപ്പം അതേപോലെയൊക്കെ ഉള്ളു ഫറോവയുടെ കല്ലറ എന്നൊക്കെ പറയുന്ന സാധനമുള്ളൂ. നിങ്ങളെ എങ്ങനെ പേടിപ്പിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ ചില വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാള് പെട്ടെന്ന് വീടൊഴിഞ്ഞു പോകുന്ന കണ്ടിട്ടുണ്ടോ? വളരെ സന്തോഷമായിട്ട് ഹണിമൂണൊക്കെ അടിപൊളിയായിട്ട് ജീവിക്കുന്നതായിരിക്കും. പെട്ടെന്ന് പറയും എനിക്ക് വീട് ഒഴിയണമെന്ന്. എന്താണ് കാര്യം? ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത് ഇത് ഒരാൾ തൂങ്ങി മരിച്ച വീടാണെന്ന്. തലേന്ന് വരെ ഒരു കുഴപ്പമില്ല, പക്ഷെ ഈ കഥ അങ്ങോട്ട് കയറിയപ്പോൾ പിന്നെ അവൻ ആ വീട്ടിൽ താമസിക്കില്ല. മകരജ്യോതി തൊട്ടിപ്പ് മിറക്കിൾ കൊണ്ട് വർഷങ്ങളായിട്ട് ജനങ്ങളെ മകരജ്യോതിയിലെ ഈ പറയുന്ന പാമ്പ്, പരുന്ത് പിന്നെ ഇങ്ങനെ സാധനങ്ങൾ ഇതൊക്കെ അടുത്തിടെ വന്നാണ്. ഞാൻ ആ സൈലൻസ് ഓഫ് സർക്കോസിൽ എല്ലാം പറയുന്നുണ്ട്. ഞാൻ അവിടുത്തെ പന്തളത്തെ ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള രാജാവ് പുള്ളിയെ പോയി കണ്ടു. പുള്ളി പറഞ്ഞത് പണ്ടൊന്നും ഇതില്ല, ഇപ്പോഴാണ് ഇതുള്ളത്. ഒരു 10-30 വർഷത്തെ കാര്യമേ ഉള്ളൂ ഈ പരുന്തിൻ്റെ. മനസ്സിലായില്ല? ഈ പരുന്ത് പോട്ടെ. അപ്പൊ ഇതെങ്ങനെ പറ്റിക്കാൻ എങ്ങനെ സാധിക്കുന്നു? ശബരിമല, മകരജ്യോതി, പരുന്ത്, ഇതെല്ലാ സാധനങ്ങളും ഒരു പാക്കേജ് അല്ലേ? ഒരെണ്ണം വർക്ക് ചെയ്യുന്നെങ്കിലും മറ്റൊന്ന് വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സെയിം സാധനമാണ് ഇതെല്ലാം. മരണവും മരണാനന്തര ജീവിതത്തെയും കുറിച്ച് സയൻസിന്റെ വീക്ഷണം. ഇത് കട്ടി ചോദ്യമാണ്. മരണാനന്തര ജീവിതം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. മരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ബ്രെയിൻ ഡെത്ത് ഉണ്ട്, ഹൃദയത്തിന്റെ മരണമുണ്ട്, കാർഡിയാക് ഡെത്ത് ഉണ്ട്. ഇത് തമ്മിലുള്ള പല ഘട്ടങ്ങൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് ക്രമേണ സംഭവിക്കുന്നതാണ്. മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ പല അവയവങ്ങളും നിങ്ങൾക്ക് ദാനം ചെയ്യാൻ സാധിക്കും. കണ്ണ് ദാനം ചെയ്യാൻ സാധിക്കും, ത്വക്ക് ദാനം ചെയ്യാൻ സാധിക്കും. ഓരോ അവയവങ്ങൾക്കും ഉദാഹരണമായിട്ട് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും കുറേ സമയത്തേക്ക് നിങ്ങളുടെ കരള് സ്രവങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ത്വക്ക് അറിയത്തേയില്ല, കുറച്ച് കഴിഞ്ഞായിരിക്കും ത്വക്ക് അറിയുന്നത് നിങ്ങൾ മരിച്ചു എന്നുള്ളത്. നിങ്ങളുടെ കിഡ്നി അപ്പോഴും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം ഓരോ അവയവങ്ങൾ. ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ ഒരു ന്യൂസ് പരക്കുന്നോണാണ്, ഓരോരുത്തർ ഇങ്ങനെ പരന്ന് വരുന്നോണാണ്. ഇനി മാത്രമല്ല നമ്മളെന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല, നമ്മൾ ഒരുപാട് സബ്ബായിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണം നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ തന്നെ ബാക്ടീരിയൽ ഉണ്ട്, വിരകളുണ്ട്, തലമുടിയിൽ പേനുണ്ട്, ഉള്ളിൽ പല പല ജീവികളുണ്ട്, സൂക്ഷ്മ പരാതങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ഒരു ആൽമരമാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇതിൽ പലതും അടുത്ത ദിവസം വരെയൊക്കെ ജീവിക്കും ചിലപ്പോൾ. പിന്നെ ബ്രെയിൻ ഡെത്താണ്, സമ്പൂർണ്ണ ബ്രെയിൻ ഡെത്താണ് ഡെത്ത് എന്ന് പറയുന്നത് സാധനം. അതിന് ശേഷമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല. ഒരു കാര്യം എനിക്ക് സിമ്പിളായിട്ട് പറയാനുള്ളതാണ്, ഡെത്ത് എന്ന് പറയുന്ന സാധനം സംതിങ് യു ഡോണ്ട് ഹാവ് ടു വറി അറ്റ് ഓൾ. കാരണം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഇല്ലാത്ത കാര്യമാണ് മരണം, മരിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യമാണ് ജീവിതം. പാരാസൈക്കോളജിയുടെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയെ പോലുള്ളവർ മരിച്ച ഭാര്യയുമായി സംസാരിച്ച് സത്യമാണോ? അല്ലേ അല്ല. ഞാനതാണ് മുമ്പേ പറഞ്ഞത്. ഈ ചോദ്യം മുൻകൂട്ടി കണ്ട എന്നെ നിങ്ങൾ എന്ത് വിളിക്കും? മോസസ് ഇല്ല എങ്കിൽ ഇസ്രായേൽക്ക് പ്രവാചകനില്ലേ? 10 കൽപ്പനകൾ പിന്നെ എവിടുന്ന് വന്നു? തോറ. അത് മുമ്പേ പറഞ്ഞു. സമന്വയിച്ചു പോകുന്നുവെന്ന് ധാരാളം സയന്റിസ്റ്റുകളും വിശ്വാസക്കാരും അംഗീകരിച്ചതുമാണ്. എതിർപ്പുകൾ അപഹാസ്യമാണ്. പരസ്യമായ സംവാദത്തിന് തയ്യാറാണ്. സയ്യദ് ബദ്യാസ് അതെന്ത്? ഇസ്ലാമിക ദൈവശാസ്ത്രം പ്രവാചകൻ മുഖേന അല്ലാഹു ഖുർആൻ മുഖേന സ്ഥിരപ്പെടുത്തിയതാണ്. അതിനെ പുതിയ ഗവേഷണം നടത്തി കണ്ടെത്തേണ്ടതില്ല. ഓക്കെ, അത് കറക്റ്റ് കാര്യമാണ്. പുതിയ ഗവേഷണവും സയൻസും ഒന്നും ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇത് എല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇതിനെ വിശ്വസിക്കാനും തള്ളിക്കളയാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, സയൻസും ശാസ്ത്രവും
സമന്വയിച്ച് പോകുന്നുവെന്ന് ധാരാളം സയന്റിസ്റ്റുകളും വിശ്വാസികളും അംഗീകരിച്ചതുമാണ്. എതിർപ്പുകൾ അപഹാസ്യമാണ്. പരസ്യമായ സംവാദത്തിന് തയ്യാറാണ്. എക്സ്ക്യൂസ് മീ. എന്താണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്? ഇസ്ലാമിക ആദ്യത്തെ ഇദ്ദേഹത്തിന്റെ വാചകം തന്നെ ഞാൻ അംഗീകരിച്ചു. ഇസ്ലാമിക ദൈവശാസ്ത്ര പ്രവാചകന് മുഖേന അള്ളാഹു ഖുർആൻ മുഖേന സ്ഥിരപ്പെടുത്തിയതാണ്. അതിനെ പുതിയ ഗവേഷണം നടത്തി കണ്ടെത്തേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ എന്ത് സംവാദമുള്ള ഇനി? പുള്ളി തന്നെ ഈ സംവാദത്തിനുള്ള എല്ലാ സാധ്യതയും ആദ്യം തന്നെ അടച്ചിരിക്കുകയാണ്. അപ്പൊ പുള്ളി ഫിക്സഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പൊ പിന്നെ അതിനകത്ത് കൂടുതലില്ല. ഇനി എന്താ പറഞ്ഞാലും ഖുറാനും ശാസ്ത്രവും എന്ന വിഷയം സമാന മനസ്കരായ നാസിയുടെ മുന്നിൽ വെച്ച് പോട്ടെ. സാംസങ് മിറക്കിൾ എല്ലാം ആയല്ലോ. 1000 പേരെ കൊന്നവനെ ഒരു പ്രാവശ്യം കൊല്ലുന്നത് നീതിയല്ലല്ലോ, 1000 പ്രാവശ്യം കൊല്ലേണ്ടല്ലേ. അതിന് സാധിക്കുന്ന ദൈവത്തിന് മാത്രമാണ്. അതിനെ ദൈവത്തിന്റെ കോടതിയിൽ മാത്രമേ ശരിയായ നീതി ലഭിക്കുക. ജീവിത ലക്ഷ്യമില്ലാത്ത താങ്കളുടെ ജീവിതം നിരർത്ഥകമല്ലേ? ചോദ്യം തന്നെ. ഇത് ഒരു മനുഷ്യൻ എഴുതിയതാണ്. ഇതെല്ലാം കുറെ ഉണ്ട്. 1000 പേരെ കൊന്നവനെ 1000 തവണ ശിക്ഷിക്കുക. ഇത് പണ്ടേ ഉള്ള ഒരു ഇതാണ് കേട്ടോ. ഒരാളെ ഈ ശിക്ഷയും കുറ്റവും ശിക്ഷയും തമ്മിലുള്ള മനുഷ്യന്റെ പ്രാകൃത മനുഷ്യന്റെ ഒരു ധാരണ. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ കൊല്ലുക, അയാളുടെ ജീവൻ എടുക്കുക. അപ്പൊ അയാൾ 2 പേരെ കൊന്നാലോ 2 തവണ ജീവൻ എടുക്കാൻ പറ്റുമോ? 3 പേരെ കൊന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 3 തവണ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം കൊന്നിട്ട് ഇയാളെ വീണ്ടും ജീവിപ്പിക്കണം. എന്നിട്ട് അയാളെ വീണ്ടും ഒന്നുകൂടെ കൊല്ലണം. എന്നിട്ട് വീണ്ടും അയാളെ ജീവിപ്പിക്കണം. വീണ്ടും. ഇത് മനുഷ്യന്റെ ഒരു ആഗ്രഹ ചിന്തയാണ്. മനസ്സിലായി? ഇറ്റ്സ് എ വിഷ്ഫുൾ തിങ്കിങ്. അതായത് കുറ്റം വലുതാകുന്നതനുസരിച്ച് അതിനനുസരിച്ച് ശിക്ഷ കൊടുക്കുക. അപ്പൊ ആ രീതിയിൽ ആളുകൾക്ക് വീണ്ടും വീണ്ടും ജീവൻ കൊടുക്കുക. എന്തായാലും അങ്ങനെ ഒരു ജീവൻ കൊടുക്കൽ ഇവിടെ സാധ്യമല്ല. നിത്യജീവിതത്തിലോ ഭൗതികമായിട്ടോ അങ്ങനെ സാധിക്കില്ല. ജീവൻ ഒരാളെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അയാളെ കൊല്ലുക മാത്രമേ ചെയ്യുള്ളൂ. അത് മാത്രമേ ശിക്ഷയാവുള്ളൂ. അപ്പൊ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ശിക്ഷ ആവുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരാൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കുറ്റം ചെയ്തു, അയാളെ കൊന്നു. അപ്പോൾ അയാൾ യഥാർത്ഥത്തിൽ പിന്നൊന്നും അനുഭവിക്കുന്നില്ല. അതേസമയം അയാൾ ഒരു 20 വർഷം ഏകാന്ത തടവിൽ പാർപ്പിക്കുകയാണ്. ഇപ്പൊ ഈ കുട്ടികളെ തായ്ലൻഡിലെ കുട്ടികളെ ഗുഹയിൽ അകപ്പെട്ടു കഴിഞ്ഞു. അവർ ആ ദിവസം 10 ദിവസം അവിടെ കഴിഞ്ഞു. പക്ഷെ അവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ ഒരാളായിരുന്നുവെങ്കിലോ എന്നാലോചിച്ച് നോക്കുക. ആ ഗുഹയിൽ വെള്ളം കയറി വരുന്നു, എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതേസമയം ഒരാളെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ റിഫോർമേഷനോ അയാൾക്ക് ചിന്തിക്കാനൊന്നുമില്ല, അയാളുടെ കാര്യം തീർന്നു. ഒരാളെ കൊന്നിട്ട് അതിന് പകരം അയാളെ ഒരു പ്രാവശ്യം ശിക്ഷിക്കുക, പിന്നെ വീണ്ടും കൊന്നിട്ട് ശിക്ഷിക്കുക, തീയിലിടുക, തീയിലിട്ടിട്ട് വീണ്ടും അയാൾക്ക് വീണ്ടും തൊലി ഉണ്ടാക്കി കൊടുക്കുക, വീണ്ടും തീയിലിടുക, വീണ്ടും തൊലി ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ ഒരു പ്രാകൃത മനുഷ്യരിങ്ങനെ ചിന്തിക്കുന്നതാണ്. ഇതൊന്നും നീതിയുടെ അളവോ ഒന്നുമല്ല. ഇനി ഓരോ തവണ അല്ലെ വേറൊരു സിമ്പിളായിട്ട് ഞാൻ ചോദിക്കാം. ഒരാളെ കൊന്നു, അയാളെ കൊന്ന ആളെ കൊന്നു, അയാൾ പോയി വീണ്ടും 2 പേരെ കൊന്നു. അയാൾ ആദ്യം ഒന്ന് കൊന്നു, വീണ്ടും ജീവിച്ചിട്ട് വീണ്ടും കൊന്നു. ഓരോ തവണ നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾ പഴയ ജന്മത്തെ വല്ലതും ഓർക്കുന്നുണ്ടോ? ഒന്നും ഓർക്കുന്നില്ലല്ലോ. അടുത്ത ജന്മത്തെ വല്ലതും അറിയാമോ? ഇല്ല. അപ്പൊ പിന്നെ നിങ്ങളെ 2ാമത് കൊല്ലുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എങ്ങനെ അറിയും? അല്ലേ? നിങ്ങൾ അറിഞ്ഞില്ലേ ഇത് ഞാൻ 2 പേരെ കൊന്നുകൊണ്ടാണ് 2 പ്രാവശ്യം കൊന്നത്. നിങ്ങൾ അറിഞ്ഞിട്ട് എന്താ ഗുണം? മനുഷ്യൻ വെറുതെ ഇങ്ങനെ കൊന്നുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുകിൽ നിങ്ങൾ അറിയണം, ഞാൻ എൻ്റെ 3 ജന്മത്തിന് മുമ്പ് 30 പേരെ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ ഓരോ തവണ ഇങ്ങനെ കൊല്ലുകയാണ്. നിങ്ങൾ അറിഞ്ഞെങ്കിലല്ല അതിനൊരു ഗുണമുള്ളൂ. ഇവിടെ ആകെ സംഭവിക്കുന്ന കൊല്ലൽ മാത്രമല്ല സംഭവിക്കുന്നുണ്ട്. ഇത് അത്ര വികൃതമായിട്ടുള്ള ചപലമായിട്ടുള്ള ഒരു ഭാവനയാണെന്ന് ആലോചിച്ചു. ഇതൊക്കെ ഈ പറഞ്ഞ ഇറ്റ്സ് ലാക്സ് കോമൺ സെൻസ്. ജീവിത ലക്ഷ്യമില്ലാത്ത താങ്കളുടെ ജീവിതം നിരർത്ഥകമല്ലേ? എന്താണ് ജീവിത ലക്ഷ്യം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓരോ നിമിഷവും ലക്ഷ്യം മുൻനിർത്തിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പരിപാടി മാന്യമായിട്ട് അവസാനിപ്പിക്കുക, ഒരു ചായ കുടിക്കുക, അതെൻ്റെ ലക്ഷ്യമാണ്. ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് പോവുക. നാളെ കൊല്ലത്തെ SM കോളേജിൽ
ഇൻവിജിലേഷൻ്റെ ചീഫ് എക്സാമിനറായിട്ട് നിയമിച്ചിട്ടുണ്ട്. അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ എൻ്റെ ലക്ഷ്യങ്ങളാണ്. ഈ ലക്ഷ്യങ്ങൾ വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഈ അടുത്ത ഒരു മാസം എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ലക്ഷ്യമുണ്ട്. ഈ വർഷം എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ലക്ഷ്യമുണ്ട്. റിട്ടയർ ചെയ്യുന്നവരെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ലക്ഷ്യമുണ്ട്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ലക്ഷ്യമുണ്ട്. ഉണ്ടെങ്കിൽ ഇന്നിങ്സ് കിട്ടുകയാണെങ്കിൽ ഓരോ നിമിഷത്തെക്കുറിച്ചും നമുക്ക് ഓരോരോ ടാർഗറ്റുകളുണ്ട്. നിങ്ങൾ പിന്നെ എന്ത് ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? ഇത്തരം ലക്ഷ്യങ്ങളില്ലാത്ത ആരാ ഇവിടെ ഉള്ളത്? അല്ല, ഇത്തരം ലക്ഷ്യങ്ങളില്ലാത്ത ആരാ ഇവിടെ ഉള്ളത്? ഇത്തരം ലക്ഷ്യങ്ങളും ടാർഗറ്റുകളും ഗോളുകളും ഇല്ലാത്ത ആരാ ഈ ഭൂമിയിലുള്ളത്? എല്ലാവർക്കും ലക്ഷ്യങ്ങളും എല്ലാവർക്കും ധാരണകളും എല്ലാവർക്കും ഗോളുകളും ഉണ്ട്. അവരത് മുൻനിർത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മറിച്ച് ഞങ്ങളുടെ ഒരു പൊട്ടക്കഥ എടുക്കുന്നു, അത് ഞങ്ങൾക്ക് മാത്രമാണ് ലക്ഷ്യം എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ലക്ഷ്യം ഉണ്ടാകേണ്ടത് ജീവിതത്തിലാണെന്ന് കൂടി മനസ്സിലാക്കുക. ജീവിതത്തിലാണ് ലക്ഷ്യം ഉണ്ടാവേണ്ടത്. ജീവിതം നമുക്കുണ്ട്, ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്. ഓരോ നിമിഷവും ലക്ഷ്യം കണ്ടുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ലക്ഷ്യമില്ലാതെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചാലിക്കടക്കും. ശാസ്ത്രം മനുഷ്യന്റെ ഊഹമാണ്. ഇതേ ആള് തന്നെയാണ് പറയുന്നത്. അതിനാൽ അത് തെറ്റാനാണ് കൂടുതൽ സാധ്യത. ശരിയാവാനുള്ള സാധ്യത ഏതാണ്? ഖുർആൻ ദൈവികമാണ്. അതിനാൽ ഖുർആനാണ് ആധികാരികം. ഖുർആനെതിരായി വരുന്ന ശാസ്ത്രമാണ് തെറ്റ്. സന്തോഷം. ഖുർആന് പകരം മറ്റൊന്ന് കൊണ്ടുവരാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അത് ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വളരെ ശക്തമായി എഴുതി അറിയിച്ചതിൽ വളരെ സന്തോഷം. ഇതേ ഒരു ശരാശരി മതവിശ്വാസി ഇങ്ങനെ തന്നെയായിരിക്കും സ്വീകരിക്കുക. ഐ ഡോണ്ട് ഫൈൻഡ് ഫോൾട്ട് വിത്ത് ദീസ് പീപ്പിൾ. അങ്ങനെയായിരിക്കും അവർ ചിന്തിക്കുക. ദൈവിക ശിക്ഷ ഭയമുള്ളതിനാൽ യഥാർത്ഥ മുസ്ലിങ്ങൾ പാവങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കും. പത്രം വായിക്കാറില്ലാന്ന് തോന്നുന്നു. മരണത്തോടെ ജീവിതം അവസാനിക്കും എന്ന താങ്കളുടെ വാദപ്രകാരം താങ്കൾ മോഷണം, അഴിമതി, ബലാത്സംഗം പോലെയുള്ള കുറ്റകൃത്യങ്ങൾ തരം കിട്ടിയാൽ താങ്കൾ ചെയ്യാൻ സാധ്യത കൂടുതലാണല്ലോ. ആയതിനാൽ നിരീശ്വരവാദികളെ ആണല്ലോ സൂക്ഷിക്കേണ്ടത്. അതെ, ഇതിലെ ഒരു സുഹൃത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മരണത്തോടെ ജീവിതം അവസാനിക്കും എന്ന താങ്കളുടെ വാദപ്രകാരം താങ്കൾ മോഷണം, അഴിമതി, ബലാത്സംഗം പോലെയുള്ള കുറ്റകൃത്യങ്ങൾ തരം കിട്ടിയാൽ ചെയ്യാൻ സാധ്യതയുള്ളൂ. ഈ മോഷണം, അഴിമതി, ബലാത്സംഗം പോലെയുള്ള കുറ്റകൃത്യങ്ങൾ മതവിശ്വാസികൾ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് പോലീസ്. പോലീസ് എന്ന് പറയുന്നത് തൊട്ട് മുന്നിൽ നിൽക്കുന്ന മകൻ പോലും അച്ഛ ഈ പരിപാടി ശരിയല്ല, അത് പോലീസാണ്. അയൽക്കാർ പോലീസാ, സർക്കാർ പോലീസാ, സമൂഹം പോലീസാ, പോലീസ് ഇൻ യൂണിഫോം പോലീസാ, ഇതെല്ലാം പോലീസാ. ശിക്ഷ കിട്ടും, തട്ട് കിട്ടും, തേപ്പ് കിട്ടും എന്നുറപ്പുള്ളത് കൊണ്ടാണ് പലതും ആളുകൾ ചെയ്യാത്തത്. ഇനി അങ്ങനെ അല്ലേ എന്നറിയാനായിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ ലോകത്ത് നടത്തുന്നുണ്ട്. മോൺട്രിയലിലെ ഞാൻ സ്റ്റീഫൻ പിങ്കറിന്റെ പുസ്തകം, അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, മോൺട്രിയൽ സിറ്റിയിൽ ഒരു ദിവസം പോലീസുകാർ പണിമുടക്കിയപ്പോൾ അവിടുത്തെ വിശുദ്ധരായിട്ടുള്ള കത്തോലിക്ക വിശ്വാസികൾ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവിടെ നടത്തിയ കൊള്ളയും കൊലപാതകവും അക്രമങ്ങളിലേക്ക് അത് അദ്ദേഹം പറയുന്നുണ്ട്. ബ്ലാങ്ക് സ്ലേറ്റ് എന്നുള്ള പുസ്തകം വായിച്ചു നോക്കുക. പമ്പുകൾ കൊള്ളയടിക്കുന്നു, വാഹനങ്ങൾ കൊള്ളയടിക്കുന്നു. ഒരു ഏതാണ്ട് 6-7 മണിക്കൂർ പോലീസുകാർ മാറിയെന്നേ ഉള്ളൂ. ആളുകളുടെ തനി കോണം പുറത്തു വരാൻ തുടങ്ങി. ബ്ലാങ്ക് സ്ലേറ്റ്. സ്റ്റീഫൻ പിങ്കർ. അപ്പം ഇവിടെ നിങ്ങൾ ഉത്സവ സ്ഥലത്ത് പോലീസുകാരിലെ എന്താ സംഭവിക്കുക? എന്തിനാണ് ഈ ഉത്സവ സ്ഥലങ്ങളിൽ പോലീസുകാരെ വിടുന്നത്? അവർക്ക് ഉത്സവം കാണാനാണോ? എല്ലായിടത്തും പോലീസുകാർ ഈ മനുഷ്യന്റെ എന്ന് പറഞ്ഞാൽ അവന്റെ യഥാർത്ഥ ഈ ശിക്ഷയില്ല, പിടിക്കപ്പെടുന്നില്ല. നിങ്ങൾ ഒരിക്കലും പിടിക്കപ്പെടില്ല, ശിക്ഷയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇതിനകത്ത് മോഷ്ടിക്കാത്ത എത്ര പേരുണ്ട് ഇവിടെ?
നമുക്ക് മോഷിക്കാതിരിക്കുക എന്നുള്ളൊരു ശീലമായിട്ട് മാറിയിട്ടുണ്ട്. കാര്യം നമ്മൾ വി ആർ ട്രെയിൻ നോട്ട് ടു ഡൂ സോ. ഒറ്റക്കാലത്തെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് അതിന് ശിക്ഷയുണ്ട്, അതിന് തട്ട് കിട്ടുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ശരാശരി ആരും മോഷ്ടിക്കാത്തത്. മറിച്ച് നമ്മൾ കാട്ടിലായിരുന്നെങ്കിൽ, നമ്മൾക്ക് അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയിലായിരുന്നില്ലെങ്കിൽ, മോഷണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്. എന്താണ്? മറ്റൊരാൾ ഉണ്ടാക്കി വെക്കുന്ന, ഉദാഹരണമായിട്ട് ഒരു പഴം നമ്മൾ മോഷ്ടിക്കുമ്പോൾ സസ്യം ഉണ്ടാക്കി വെക്കുന്ന ആഹാരം നമ്മൾ മോഷ്ടിച്ചെടുക്കുകയാണ് അല്ലേ? പഴം എന്ന് പറയുന്ന സസ്യം, സൂര്യപ്രകാശത്തിൽ ഉണ്ടാക്കി വെക്കുന്ന ഈ സാധനം നമ്മൾ മോഷ്ടിച്ചെടുക്കല്ലേ? അത് മോഷണമാണ്. നമ്മൾ പറയുന്നത് ഞാനൊരു ആപ്പിൾ കഴിച്ചു എന്നാണ്. മനസ്സിലായി? ഒരു മോഷ്ടിക്കുക എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചെയ്യാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി, സിവിലൈസേഷൻ, നാഗരികത, സമൂഹം അവിടെ ജീവിക്കുമ്പോൾ നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് നിയമങ്ങളുടെയും അരുതായ കാര്യങ്ങൾ, അരുതല്ലാത്ത കാര്യങ്ങൾ, അങ്ങനെ ഒരു വ്യവസ്ഥ ആവശ്യമാണ്. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് ഈ ഏതെങ്കിലും കഥയിൽ വിശ്വസിക്കലും വിശ്വസിക്കാതിരിക്കലും ഒന്നുമില്ല. പിന്നെ ജീവിതത്തിലുള്ള നിയമങ്ങളും ജീവിതത്തിലുള്ള ശിക്ഷകളുമാണ് എല്ലാവരും ഭയക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഗീതയിൽ തന്നെ അർജുനൻ കൊല്ലാൻ പറയുമ്പോൾ, കൃഷ്ണൻ കൊല്ലാൻ പറയുമ്പോൾ അർജുനൻ്റെയൊക്കെ പറയുന്നത് നീ കൊല്ലുന്നില്ല, കൊല്ലപ്പെടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അർജുനന് മനസ്സിലാകുന്നത്, അർജുനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തെ കൊല്ലുന്നതാണ് പ്രശ്നം. ശരീരം പോകുന്നതിനെ കുറിച്ച് അവരെല്ലാം പറയുന്നത്. ഈ ജീവിതം തന്നെയാണ് പ്രശ്നം, ഈ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണ് പ്രശ്നം. നിങ്ങൾ എന്തുകൊണ്ടാണ് LIC ചേരുന്നത്? വിശ്വാസികൾ എന്തിനാ LIC ചേരുന്നത്? ഈ ജീവിതം പ്രശ്നമായതുകൊണ്ടല്ലേ. ഈ ജീവിതത്തിന് വേണ്ടിയല്ലേ അവർ സമ്പാദിക്കുന്നത്. ജീവിതത്തിന് ശേഷമുള്ള ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വെറും കോമഡി. അതെന്താണ്? അതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ലാത്ത കാര്യമാണ്. പിന്നെ മോഷണം, അഴിമതി, ബലാത്സംഗം പോലുള്ള കുറ്റകൃത്യങ്ങൾ തരം കിട്ടിയാൽ താങ്കൾ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. സ്വാഭാവികമായിട്ട് ഈ കുറ്റകൃത്യങ്ങളൊന്നും നമ്മൾ ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചും അധാർമിക കാര്യങ്ങളെ സംബന്ധിച്ചും ഒരു അവിശ്വാസിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ധാർമ്മികത ഉണ്ടാക്കേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത, ഹിതകരമല്ലാത്ത, ഗുണകരമല്ലാത്ത, നിങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുകയും ആ കാര്യങ്ങൾ നിങ്ങളുടെ സഹജീവികൾക്കും സമാനമായ തോതിൽ ദോഷകരമായിരിക്കും, ഇഷ്ടമല്ലാത്തതായിരിക്കും, ദ്രോഹകരമായിരിക്കും എന്ന് നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവ ചെയ്യാതിരിക്കുന്നു. നിങ്ങൾ ഒരാളെ അപഹസിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ ഒരാൾ അപഹസിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അയാളെ അപഹസിക്കുന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് നമ്മൾ മാറി നിൽക്കുന്നത്. നമ്മുടെ ഈ ധാർമ്മികത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒന്നാണ്. പെട്ടെന്ന് ഇങ്ങനെ സ്വിച്ച് ഇട്ടോണം വന്നൊരു സാധനമല്ല. ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി ഫിൽട്ടർ ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ധാർമ്മികതയിൽ ഇപ്പം തന്നെ വന്യജീവികളെ ഉപദ്രവിക്കുന്നതിനെതിരെ ഒരു പാമ്പിനെ പോലും നമുക്കിപ്പോൾ തല്ലിക്കൊല്ലാൻ കഴിയില്ല. പാമ്പിനെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ നമ്മൾ അറസ്റ്റിലാവും. നായാടാൻ കഴിയില്ല. പണ്ട് നായാട്ട് നടത്താത്ത രാജാക്കന്മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ മോശം ആൾക്കാരാണ്. ഇന്ന് നായാട്ട് നടത്തി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇതൊക്കെ ഇങ്ങനെ ഉരുത്തിരി സ്ത്രീകളുടെ സമൂഹത്തിലെ അവസ്ഥ.